കേരള എൻജിഒ യൂണിയൻ നേതൃത്വത്തിൽ ജനവിരുദ്ധ കേന്ദ്ര നയങ്ങൾ തിരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടകര മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ജീവനക്കാർ അണിനിരന്ന ധർണാ സമരം കേരള എൻജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. സിവിൽ സർവീസിനെയും പൊതുസമൂഹത്തെയും ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി സംഘടനയുടെ നേതൃത്വത്തിൽ മേഖലാ കേന്ദ്രങ്ങളിൽ നടത്തിയ ധർണയുടെ ഭാഗമായാണ് കേരള എൻജിഒ യൂണിയൻ നേതൃത്വത്തിൽ വടകരയിൽ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. NPS, UPS പദ്ധതികൾ ഉപേക്ഷിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുയർത്തി വടകര മിനി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടി കേരള എൻജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാരന്റെ കാലത്ത് പോലും അവൻ അനുഭവിച്ചു പോരുന്ന തൊഴിൽ സംരക്ഷണം, അവന്റെ കൂലി സംരക്ഷണം, അവന്റെ ന്യായമായ തൊഴിലിന് ന്യായമായ കൂലി ചോദിക്കാനുള്ള അവകാശത്തിന്റെ സംരക്ഷണം, ഇതൊക്കെ നിലനിർത്തിയിരുന്ന, ഇതിനൊക്കെ സംരക്ഷണം കൊടുത്തിരുന്നതാണ് ഈ 29 തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. ആ 29 തൊഴിൽ നിയമങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സംരക്ഷണമൊക്കെ ഇല്ലാതായി തീരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ സംരക്ഷണങ്ങൾ വന്നത്? നിങ്ങൾ നോക്കൂ, രാജ്യത്തിന്റെ പുരോഗതി, ഏത് രാജ്യത്തിന്റെ ആകട്ടെ, ലോകത്താകെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ലോകത്തിന്റെ വികസനം, അതിന്റെ മുന്നോട്ട് പോക്ക് സാധ്യമായത് ആരുടെ അധ്വാനം കൊണ്ടാ? തൊഴിലാളിയുടെ അധ്വാനം കൊണ്ടാ. നമ്മൾ ഇന്ന് ചുറ്റും കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും അതിന്റെ നേർ സൃഷ്ടാവ് എന്ന് പറയുന്നത് രാജ്യത്തെ തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ നിലനിൽപ്പ് വളരെ പരമപ്രധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ പോലും ഈ തൊഴിൽ നിയമങ്ങളെ സംരക്ഷിച്ചു വന്നത്. എന്നാൽ അവന്റെ തൊഴിലിന്റെയും കൂലിയുടെയും സംരക്ഷണമായിട്ടുള്ള ഈ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതായിരിക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇന്ന് പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇന്ന് നമ്മുടെ ഓഫീസുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ജീവനക്കാർ പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ടി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഏരിയ വൈസ് പ്രസിഡന്റ് ജസിന TV, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.